ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ വാണിംഗ് ഒക്കെ വായിച്ച് നോക്കുക. ഓക്കെ, പ്രോപ്പർ നോളജ് ഇല്ലെങ്കിൽ ട്രേഡിങ്ങിൽ വളരെ റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ് നമുക്ക് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് USD-MXN എന്ന് പറയുന്ന പെയറിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ടത്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് പൊതുവെ മാർക്കറ്റ് വളരെ ഷോക്കാണ്. മാർക്കറ്റ് വളരെ മോശമാണെന്ന് തന്നെ പറയാം. നല്ലൊരു ഇത് കാണുന്നില്ല. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, റെസിസ്റ്റൻസൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്നില്ല, അതൊരു അപ് ട്രെൻഡിൽ തന്നെയാണുള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. എന്നാലും നമുക്ക് ഒരു ട്രേഡ് എടുക്കണം. ഇത് ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഡിഫാൾട്ട് ടൈമിൽ തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഡിഫാൾട്ടിൽ തന്നെ ടൈമിൽ തന്നെ ട്രേഡ് ചെയ്യണം. നമുക്ക് ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം. ഓക്കെ, ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താവുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, MTG നമ്മൾ ഡൗണിലേക്ക് തന്നെയായിരിക്കും എടുക്കുക. ഓക്കെ, MTG ഡൗണിലേക്ക് തന്നെയാണ് എടുക്കുന്നത്. MTG ഈ ലോസ് ആയാൽ മാത്രം MTG എടുത്താൽ മതി. ഓക്കെ, മാർക്കറ്റ് വളരെ ഷോക്കാണ്, വളരെ മോശമാണ്. ഓക്കെ, ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, മാനിപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്ട്രാറ്റജിയും വർക്കൗട്ട് ചെയ്യുന്നില്ല ഈ ഒരു സമയത്ത്. എന്നാലും നോക്കാം നമുക്ക്. ഇത് കറക്റ്റായിട്ട് നമുക്ക് വിന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇത് നമ്മൾ നോക്കുകയാണ്. അവിടെ പോയി വിന്നിടാം, ഇരിക്കട്ടെ. പെയർന്നല്ല, അടുത്ത സ്ട്രാറ്റജി നമുക്ക് നോക്കാം. MXN തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. കാരണം ഓൾറെഡി നമ്മൾ ഈ ഫ്ലോസ് എഗെയിൻ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, കാരണം മാർക്കറ്റ് വളരെ വളരെ മോശമാണ്. എന്നാലും വിൽ ട്രൈ. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു ബയ്യേഴ്സിൻ്റെ എന്താ പറയുക, ബയ്യേഴ്സിൻ്റെ ഒരു
അവരുടെ ആ ഫോർമേഷൻ ഇവിടെ കഴിയാനായി, ഇവിടെ മാർക്കറ്റ് ഇനിയിപ്പോൾ ടേൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ടേൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു റീട്രേസ്മെൻ്റ് ആണോ അതോ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു 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 പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം ഡൗൺ ഇനി വരുമെന്നുള്ളത് നമ്മൾ നോക്കണം. അത് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വിക്ക് ഉണ്ടല്ലോ, ഈ വിക്കിൽ നിന്ന് ഡൗണിലേക്ക് ഇനി പോകണം. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഡൗണിൽ ഇനി ക്ലോസ് ആവണം. ഈ വിക്കിൻ്റെ ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ല, ഇനിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ട് ഇതൊരു ഫുൾ ഫ്ലെച്ച് ഗ്രീൻ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമുക്കിനിയും അപ്പിലേക്ക് തന്നെ ട്രേഡ് എടുക്കേണ്ടി വരും. നോ അതർ എന്താ പറയുക സ്ട്രാറ്റജി. ഓക്കെ, കാരണം ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിനെ, കാരണം ഇതൊരു വലിയൊരു അപ് ട്രെൻഡാണ് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് നടത്തിയിട്ട് ഇനിയും ഇത് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്കൊരു അപ്പിലേക്ക് തന്നെ ഒരു ട്രേഡ് കൊടുക്കാം. ഓക്കെ, രണ്ട് ട്രേഡ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അതേപോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓൺലി പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കി തരുന്നതല്ല എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതല്ല, ഇവിടുത്തെ ലോസും ഉണ്ടാവും. ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യണം. നമുക്ക് റിക്കവർ ചെയ്യണം. റിക്കവർ ചെയ്തിട്ട് ആ ലോസിനെ റിക്കവർ ചെയ്യുന്നതാണ് ഒരു ട്രേഡർ എന്ന് പറയുന്നത്. ലോസ് ഉണ്ടാവാതിരിക്കില്ല ഒരിക്കലും. ഞാൻ എല്ലാ വീഡിയോകളും നിങ്ങളോട് പറയുന്നതാണ്, ലോസ് 100% ഉണ്ടാവും, അല്ലേ? ലോസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഒരു കുട്ടിയാവുമ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ നടന്ന് വീഴും, അല്ലേ? വീഴും. അതിന് എണീറ്റ് നിന്ന് പിന്നെയും നടക്കുന്നതാണ് നമ്മുടെ ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക, അതിന് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് അപ്പിലേക്കാണ് വിട്ടുപോയി, സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ വിട്ടുപോയി. ഓക്കെ, പോട്ടെ. അത് അപ്പിലേക്ക് തന്നെയാണ് നമ്മളൊരു ട്രേഡും കൂടെ എടുത്തേക്കുന്നത്. ഓക്കെ, MTG അപ്പിലേക്കാണ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ ഗ്രൂപ്പിലേക്ക് വേണ്ട അതുണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഫ്ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG എങ്ങനെ എടുക്കുന്നത്? MTG എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ അപ്പിലേക്ക് ഒരു ട്രേഡ് തന്നു, അത് ലോസ് ആവുകയാണെങ്കിൽ എന്താവും? അത് ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സെയിം ഡയറക്ഷനിലേക്ക്, ഇപ്പോൾ അപ്പിലേക്ക് തന്നെ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഡബിൾ എമൗണ്ട് ഉപയോഗിക്കുന്നില്ല, അത് നിങ്ങൾ നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ റിക്കവർ ചെയ്ത് ഓൾറെഡി ഇപ്പം രാവിലെ മുതലേ പ്രോഫിറ്റിലാണ്. നമ്മൾ അധികം റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ദിവസം എന്താ പറയുക ഒരു കിട്ടിയിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് അങ്ങോട്ട് വരാത്ത ഒരു ദിവസം നമുക്കൊരു എന്താ പറയുക ഒരു 25,000 മുതൽ 1 lakh വരെ നമുക്ക് പ്രോഫിറ്റ് മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 5,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു വ്യക്തിക്കാണെങ്കിൽ, ഏറ്റവും മിനിമം 5,000 ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ മിനിമം ഒരു 500 രൂപ ഒരു ദിവസം പറയും, അല്ലേ? അതിൻ്റെ കൂടുതലൊന്നും നമുക്കൊന്നും ആവശ്യമില്ല. അതിൻ്റെ കൂടുതൽ ആവശ്യമില്ല എന്നല്ല, അതിൻ്റെ കൂടുതൽ നമുക്ക് ആ ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ എടുക്കണ്ട. അതാണ് നമ്മുടെ റിസ്ക് റിവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് അവിടെ വലുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അവിടെ മനസ്സിലായോ? റെസിസ്റ്റൻസ് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻഡിൽ മുകളിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നത്. ഓക്കെ, റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അധികം മാത്രമൊന്നും സംസാരിക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ നേരത്തെ പഴയ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ആർക്കെങ്കിലും
എൻ്റെ ട്രേഡിങ്ങിൻ്റെ ക്യാപിറ്റൽ കാണണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സെൻഡ് മീ ദ മെസ്സേജ്. ഓക്കെ, എനിക്ക് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഞാൻ ഇനി മുതൽ ക്യാപിറ്റൽ കാണിച്ചുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഓക്കെ, എത്രയാണ് ക്യാപിറ്റലും എത്രയാണ് ട്രേഡിൻ്റെ എമൗണ്ട് കാണുന്നത്, പക്ഷേ അത് എത്ര മെയിൻ ക്യാപിറ്റൽ എത്രയാണെന്ന് വെച്ചിട്ടുള്ള അത് ക്യാപിറ്റൽ കാണിച്ചുകൊണ്ട് ഞാൻ ഇനി ട്രേഡ് ചെയ്യുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ബിഹൈൻഡിൽ, അതുകൊണ്ടാണ്. പിന്നെ പലർക്കും തോന്നാം നീ ഇത് ഡെമോ അക്കൗണ്ടിലായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ടിലാണ് ചെയ്യുന്നതെന്നൊക്കെ. ഏത് അക്കൗണ്ടിൽ ചെയ്താലും സ്ട്രാറ്റജി വർക്കാവുന്നുണ്ടോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡെമോ അക്കൗണ്ടിൽ തന്നെയാണ്, റിയൽ അക്കൗണ്ടിലല്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ റിയൽ അക്കൗണ്ടിലായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ റിയൽ അക്കൗണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്തു. പക്ഷേ ചില പ്രശ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളും വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കണ്ണ് തട്ടുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കേണ്ടി വന്നുപോയി, എന്താ അറിയില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നമ്മൾ പറയുന്നത് കേൾക്കണമല്ലോ. സോ അതുകൊണ്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ ക്യാപിറ്റൽ എത്രയാണെന്നും എന്താ ഇത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതൊരു അപ്പിലേക്ക് എടുക്കാം കേട്ടോ. ഒരു പിൻ ബാർ ഇവിടെ ഇത് വന്നിട്ടുണ്ട്, ഒരു ഹാമർ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് അപ്പിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഒന്നെടുത്തു നോക്കാം. നമ്മളിതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയിലുള്ളതാണ്. നമ്മൾ ഇതൊന്നും വലിയ ഇത് എൻ്റെ ഗ്രൂപ്പിലുള്ളത്, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്, മയോ ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ട്രേഡിങ്ങും അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇപ്പം ഏത് പാറ്റേണിലാണ് എടുത്തതെന്നുള്ള അവർക്ക് കണ്ണും പൂട്ടി അറിയാം. മനസ്സിലായില്ലേ? ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക, ഇനിയൊരു പ്രത്യേകിച്ചൊരു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നില്ലേ? ഇവിടെ എന്തുകൊണ്ടെടുത്തു, ഇവിടെ ഹാമർ ഇത് വന്ന് ഫോമായി അതുകൊണ്ടെടുത്തു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങളതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. സോ അത് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിൽ ലോസ് എങ്ങാനും വന്നാൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും സിഗ്നൽസും കാര്യങ്ങളും ഇടും. സിഗ്നൽസും കാര്യങ്ങളും തന്ന് ഞാൻ റിക്കവർ ചെയ്ത് തരും. അപ്പോൾ അതാണ് എന്താ പറയുക, കണ്ടോ വലിയ റിജക്ഷൻ കണ്ടോ? എന്താ റിജക്ഷൻ വരുന്നത് നോക്കി. ഇതാണ് മാർക്കറ്റ് വളരെ മോശമാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ഡൗണിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ മാനിപ്പുലേഷനുള്ള സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവം തമ്മിലാണ് അറിയാം. ഇത് ശരിക്കും റെഡ് ക്യാൻഡിലാവേണ്ടതാണ്. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കി വെച്ചു, ഇത് ശരിക്കും 100% നമ്മുടെ എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് വെച്ചിട്ട് ഇത് റെഡ് ക്യാൻഡിലാവേണ്ടതാണ്. ഈ ഒരു ക്യാൻഡിൽ 100% റെഡ് ക്യാൻഡിലാവേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നല്ല മാനിപ്പുലേഷനും നല്ല ഇതുള്ളതുകൊണ്ട് എന്താണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഓക്കെ, കണ്ടോ റെഡ് ക്യാൻഡിലാണ്, കണ്ടോ റെഡ് ക്യാൻഡിലാണ്. മനസ്സിലാവുന്നില്ലേ? റെഡ് ക്യാൻഡിൽ ഇത് 100% ആണ് അത് റെഡ് ക്യാൻഡിലാവുന്നുള്ളത്. അതിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് 3 ട്രേഡ് കൊടുത്തു. 1 2 3 3 ട്രേഡ് നമ്മൾ വിന്നായി. ഇത് മതി. നമ്മൾ ഈ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഇല്ല. ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ റിക്കവർ ചെയ്തെടുത്തുമൊക്കെ ചെയ്തു. ഓക്കെ, എന്നാലും കഴിയുന്നതും ഓവർ ട്രേഡ് ചെയ്യാതെ മിനിമലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ 100 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അത് 200 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ നോക്കുക. അത് കുറച്ച് കഴിഞ്ഞാലും അങ്ങനെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ട്രേഡിൻ്റെ എമൗണ്ട് കൂട്ടുക. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്തൊരു വ്യക്തി കൊണ്ടുപോയിട്ട് അടുത്ത ആഴ്ച കൊണ്ടുപോയിട്ട് 500 രൂപയ്ക്ക് കൊണ്ടുപോയി ട്രേഡ് എടുത്തത്. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കെന്താവും, നമുക്ക് നല്ല പ്രോഫിറ്റും ഉണ്ടാവും, ഇതുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജാണ്. ഓക്കെ, നമുക്ക് നോളജാണ് നമുക്ക് വേണ്ടത്.
ഞാൻ ഈ ഒരു അക്കൗണ്ട് മാത്രമല്ല, എനിക്ക് വേറൊരു അക്കൗണ്ടുണ്ട്, വലിയ കുറച്ചും കൂടെ കൂടുതൽ ഫണ്ടുള്ള ഒരു അക്കൗണ്ടുണ്ട്. അങ്ങനെ 2 അക്കൗണ്ടിൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുക. അതിനുള്ള കാര്യങ്ങൾ മുഴുവനും വീഡിയോസും കാര്യങ്ങളും യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുക നമ്മുടെ മായോ ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും VIP ഗ്രൂപ്പിൽ ചേരണം. VIP ഗ്രൂപ്പിൽ ചേർന്നിട്ട് വലിയ ആനമുട്ടയൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ വലിയ പ്രതീക്ഷിക്കൊന്നും വേണ്ട. അത് ബേസ്ഡ് ഓൺ യുവർ ക്യാപിറ്റലാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് ഉണ്ടാകണം ബേസ്ഡ് ഓൺ. ഇപ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രോഫിറ്റും 50 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രോഫിറ്റും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ യുവർ ക്യാപിറ്റലാണ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ക്യാപിറ്റലാണ്. ഞാൻ എന്തായാലും ട്രേഡ് എടുക്കുന്നു, ഞാൻ ആ ട്രേഡ് നിങ്ങൾക്ക് തരുന്നു. ഞാൻ എന്തായാലും ലോസിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ എന്തായാലും പ്രോഫിറ്റ് തന്നെയായിരിക്കും ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്നോടൊപ്പം ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, VIP ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രോഫിറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു ലോസ് വന്നാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം തമ്പുരാൻ ഇതുവരെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും VIP ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇവിടെ മായോ ട്രേഡിങ്ങിൻ്റെ എന്താണ് ഗ്രൂപ്പുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു VIP എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവിടെ കൊണ്ടുവന്നുണ്ടോ കോട്ടക്സിൻ്റെ ടേൺ ഓവർ ലിങ്ക്. ഈ ലിങ്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൈനപ്പ് വരും. ഇത് പുതിയൊരു Gmail ഉപയോഗിച്ചിട്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പഴയ എന്തെങ്കിലും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് കോർണറിൽ പ്രൊഫൈലിൽ പോയി ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡീആക്ടിവേഷൻ ലിങ്ക് നിങ്ങളുടെ മെയിലിലേക്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു